ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണത് എന്തുകൊണ്ട് വ്യൂ കുറയുന്നു. നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2023 ജൂണിലാട്ടോ. അപ്പോൾ ജൂണിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസ് എടുക്കലായിരുന്നു. കൂടുതലും റീൽസാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. കാരണം റീൽസിൽ എന്നിട്ട് എനിക്ക് വാച്ച് അവർ കിട്ടുകയും ചെയ്തു. വാച്ച് അവർ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ നല്ലോണം ഉണ്ടായിരുന്നു. ഒരു 15,000 ഒക്കെ വ്യൂ ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുമായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഇഷ്യൂ കാരണം ഞാൻ യൂട്യൂബ് ചാനൽ കുറച്ച് നാൾ റീൽസ് ഇടാണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും റീൽസ് ഇട്ട് തുടങ്ങി. റീൽസ് ഇട്ട് തുടങ്ങിയെങ്കിലും അതിനകത്ത് ഏതോ ഒരു വീഡിയോയിൽ ഒരു കോപ്പിറൈറ്റ്, ഒന്നല്ല 2-3 എണ്ണത്തിൽ കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിക്കില്ലല്ലോ. കോപ്പിറൈറ്റ് പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അങ്ങനെ ഞാനും അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം മുന്നേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് വന്നു. മോണിറ്റൈസിങ് ആയി എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. മെസ്സേജ് വന്നു എന്ന് പറഞ്ഞാലും 4000 വാച്ച് അവർ ആയി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നെങ്കിലും പക്ഷേ വീട്ടി സ്റ്റുഡിയോയിൽ കാണാനില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ മെയിൽ അയച്ചിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ അവർ സ്ട്രൈക്ക് ചെയ്തു എന്ന്. കാരണം സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണ് അവർ സ്ട്രൈക്ക് ചെയ്തതെന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2-3 വീഡിയോസ് കോപ്പിറൈറ്റ് വന്നേക്കാം. അപ്പോൾ ആ കോപ്പിറൈറ്റ് വന്നപ്പം നമ്മുടെ വീഡിയോസ് ഡൗൺ ആയി, സ്ട്രൈക്ക് എടുത്തപ്പോൾ. അപ്പോൾ പിന്നെ ഇടുന്ന വീഡിയോസിലൊക്കെ 2-3 വ്യൂ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 2-3 വീഡിയോ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെയും ഇട്ട് തുടങ്ങിയിട്ടാണ്. പക്ഷേ അപ്പോഴും നമുക്ക് വ്യൂ കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ കോപ്പിറൈറ്റുള്ള വീഡിയോസ് മുഴുവനും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാച്ച് ടൈം ഒരു 100 മണിക്കൂർ, അതിന് കൂടുതലില്ല വീഡിയോസിന്. ഷോർട്സിനാണെങ്കിൽ ഒരു 14,000 അത്രേ ഉള്ളൂ. ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണെന്ന്. അപ്പോഴാണ് മനസ്സിലായത് 90 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഷോർട്സിൻ്റെ വാച്ച് ടൈം ഉണ്ടാവില്ല എന്ന്. നമ്മുടെ വാച്ച് ടൈം 90 ദിവസം അതുവരെ ഇടുന്നതിൻ്റെ മൊത്തം വാല്യൂ കാണിക്കുക 90 ദിവസമാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഒന്നേന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ വീഡിയോസ് അങ്ങനെയല്ല. വീഡിയോസ് ഡെയിലി ഇട്ടാലും അതല്ല 365 ദിവസം ഒരു സമയം തന്നെ അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ വാച്ച് ടൈം കൂടും. ഇങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വാച്ച് ടൈമൊക്കെ പോയി, എൻ്റെ സ്ട്രൈക്കുമായി. ഇപ്പോൾ വീഡിയോസ് മൂവിങ് ഇല്ല. അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു പാട്ടിലോ വീഡിയോസിലോ കോപ്പിറൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് വീഡിയോ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുക. കാരണം അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള വ്യൂ പോലും പോയി കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വ്യൂ കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാനസികമായിട്ട് ആകെ ഒരു വിഷമാണ്. കാരണം എനിക്ക് മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് അവൾ തുടങ്ങിയിട്ട് 2021 തുടങ്ങി. അന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിപ്പോയി. ആ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ തുടങ്ങിയത് 2023. അവൾ തുടങ്ങിയതിലും അവൾക്കും ഇതന്നെ സെയിം ഇഷ്യൂ ആണ്. കാരണം അവൾക്ക് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഈ സ്ട്രൈക്ക് വന്നത് ശ്രദ്ധിച്ചിട്ടില്ല. സ്ട്രൈക്ക് വന്നതും അവരിട്ട മെയിലും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് മോണിറ്റൈസിങ് ആയി. പക്ഷേ അത് അപ്പം തന്നെ അവരെന്ത് ചെയ്തു, അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തേക്കാണ്. ഇനി അത് ശരിയായി വരാൻ എത്ര സമയം എടുക്കുമെന്നോ എങ്ങനെയാണ് അതൊന്ന് ശരിയായി വരണേന്നോ അറിയാത്തത് കൊണ്ട് ആ സാധനം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വ്യൂവും കുറവാണ്, വ്യൂ കയറണില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവല്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണത്. നിങ്ങൾക്കും എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഈ സ്ട്രൈക്ക് വന്നാൽ ചെയ്യണ്ടേന്നോ
അല്ലെങ്കിൽ സ്ട്രൈക്ക് ഇപ്പോൾ കോപ്പിറൈറ്റിനാണ് സ്ട്രൈക്ക് വന്നത്. ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതും അറിയാത്തത് കൊണ്ട് അതും ഒന്നും ചെയ്യില്ല. ഇനിയിപ്പം അടുത്തൊരു ചാനൽ ഉണ്ടാക്കുക, അത് സബ്സ്ക്രൈബറായി വരിക, അത് വാച്ച് ടൈം ആയി വരിക, അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യങ്ങളാണ്. അതൊന്നും പെട്ടെന്ന് നമുക്ക് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഉള്ളത് വെച്ച് തന്നെ എങ്ങനെയാണ് ഈ സ്ട്രൈക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ അതും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പം വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വ്യൂ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ വ്യൂസിലേക്ക് എത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും കാണുന്നവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബായ്.